ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പുറത്ത് കിട്ടാൻ പാടാണ്. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിത നിലവാരം കൂടും, നമ്മുടെ എനർജി കൂടും, നമുക്ക് പ്രതീക്ഷകൾ കൂടും. നല്ല ആൾക്കാർ, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള അസോസിയേഷൻ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ഇന്നൊരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, ഇന്നിപ്പോൾ ഫാമിലി അല്ല നമ്മുടെ കോളേജുകളിലൊക്കെ പഠിക്കുന്നിടത്തൊക്കെ ഗെറ്റ് ടുഗദർ നടക്കാറുണ്ട്. ധാരാളം ഗെറ്റ് ടുഗദർ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ പോലെ നഴ്സറി സ്കൂൾ പോലുള്ള ഗെറ്റ് ടുഗദർ നടക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗദറിന് പോയി. ആദ്യം അവിടെ ചെന്നിട്ട് പറഞ്ഞത്, ഇവിടെ ഒരു ഒരുത്തൻ ഷുഗറിൻ്റെ കണക്കോ പ്രഷറിൻ്റെ കണക്കോ മിണ്ടിപ്പോരുത്. അങ്ങനെയാണ് ഞാൻ അന്നേരം പോകും. കാരണം നമുക്ക് താല്പര്യമില്ല, ആ ക്രൗഡിനകത്ത് നിൽക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. കാരണം 50-55 വയസ്സൊക്കെ ആയിരുന്ന പല ആൾക്കാരും പിന്നെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അസുഖങ്ങളെക്കുറിച്ചും അവരുടെ ഷുഗറിന് കഴിക്കുന്ന മരുന്നിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചാണ്. കാരണം ഡീമോട്ടിവേറ്റഡാണ് അവർ. ജീവിതത്തിൽ നാളെ പ്രതീക്ഷയില്ലാതെ വരുമ്പോൾ ലോകത്തുള്ള അതായത് ഭൂരിഭാഗം രോഗങ്ങൾ പോലും സൈക്കോസൊമാറ്റിക്കാന്ന് പറയും. അതായത് നമ്മുടെ മാനസികാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പ്രതീക്ഷയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നവരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇനിയുള്ള കാലത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നെഗറ്റീവ് വാർത്തകൾ, നെഗറ്റീവ് ആൾക്കാരെയാണ്. കാരണം ചവറ് സംസാരിക്കാനാണ് ഇഷ്ടംപോലെ ആൾക്കാർ റെഡിയാണ്. ഇഷ്ടംപോലെ ചുമ്മാ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത, ഒരു സെൻസും ഇല്ലാത്ത ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞ് തർക്കിക്കുക. അല്ല, ഇതുപോലത്തെ പരിപാടികളൊക്കെയാണല്ലോ നോർമൽ ആൾക്കാർ ചെയ്യുന്നത്. മാത്രമല്ല അവരെല്ലാവരുടെ വിചാരം ഇവിടെ 58 വയസ്സ് 60 വയസ്സ് റിട്ടയർമെൻറ്റ് പ്രായം വെച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തീർന്നു എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന, ഇപ്പോൾ എനിക്കൊരു വളരെ അടുപ്പമുള്ളൊരു ഡോക്ടറുണ്ട്, 78 വയസ്സ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മുടെ ഇവിടെയുള്ളൊരു 25-30 വയസ്സുകാരനേക്കാളും എനർജറ്റിക് ആയിട്ട് 78 വയസ്സുകാരൻ അത്ര ഈവനിങ് അത്ര വൈകുന്നേരം 7 മണിക്കോ 8 മണിക്കാണെങ്കിലും ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് ലോകത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ ലെവലിലുള്ള ആൾക്കാരല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പുറത്ത് കിട്ടാൻ പാടാണ്. ഇതിനകത്ത് കിട്ടും. ഭാവിയെക്കുറിച്ച് സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിത നിലവാരം കൂടും, നമ്മുടെ എനർജി കൂടും, നമുക്ക് പ്രതീക്ഷകൾ കൂടും.